endocrine system. ഹോർമോൺസും ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻസും അടങ്ങുന്നതാണ് എൻഡോക്രൈൻ സിസ്റ്റം. സെക്രീഷൻസ് ഓഫ് endocrine gland are called hormones. The largest endocrine gland in human body is thyroid. Thyroid gland is popularly known as Adam's apple. ബോയ്സിൻ്റെ നെക്കിൽ പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ട്രക്ചർ കാണാം. ഇതിനെയാണ് ആദംസ് ആപ്പിൾ എന്ന് വിളിക്കുന്നത്. The hormones secreted by thyroid gland, thyroxine and calcitonin. നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം നിയന്ത്രിക്കുന്നത് തൈറോക്സിൻ എന്ന ഹോർമോണാണ്. അതുപോലെ നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാൽസിറ്റോണിനും പാരാതൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാരാതോർമോണും ചേർന്നാണ്. Which substance is required for the proper functioning of thyroid gland? Iodine. തൈറോയിഡ് ഗ്ലാൻഡിന് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അയഡിൻ എന്ന മിനറൽസിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. അയഡിൻ ഡെഫിഷ്യൻസി ഇൻ ബോഡി റിസൾട്ട്സ് ഇൻ എ ഡിസീസ് കോൾഡ് സിമ്പിൾ ഗോയിറ്റർ. നമ്മുടെ ശരീരത്തിൽ അയഡിൻ്റെ അളവ് കുറയുമ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിന് തൈറോക്സിൻ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ചധികം പരിശ്രമം ആവശ്യമായി വരുന്നു. ഇതിൻ്റെ ഫലമായി തൈറോയിഡ് ഗ്ലാൻഡ് ബൾജ് ചെയ്തു വരുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ. ഓവർ പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ ലീഡ്സ് ടു ബൾജിങ് ഓഫ് ഐസ് ഈസ് കോൾഡ് എക്സോഫ്താൽമിക് ഗോയിറ്റർ ഓർ ഗ്രേവ്സ് ഡിസീസ്. തൈറോക്സിൻ്റെ ഓവർ പ്രൊഡക്ഷൻ മൂലം തൈറോയിഡ് ഗ്ലാൻഡ് ബൾജ് ചെയ്യുകയും കണ്ണുകൾ പുറത്തേക്ക് തള്ളിവരികയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ ഓർ ഗ്രേവ്സ് ഡിസീസ്. കണ്ണുകൾ പുറത്തേക്ക് തള്ളിവരുന്ന സിംറ്റം കാണിക്കുന്നതിനാലാണ് ഇതിന് എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഗ്രേവ്സ് ഡിസീസ്. ഡെഫിഷ്യൻസി ഓഫ് തൈറോക്സിൻ ഇൻ ചിൽഡ്രൻ ലീഡ്സ് ടു ക്രെറ്റിനിസം. Deficiency of thyroxine in elders causes myxedema. തൈറോക്സിൻ്റെ അളവ് കുറയുന്നത് മൂലം കുട്ടികളിൽ ക്രെറ്റിനിസം എന്ന രോഗവും മുതിർന്നവരിൽ മിക്സഡിമ എന്ന രോഗവും ഉണ്ടാകുന്നു. ഇത് ഓർത്തുവെക്കാൻ ഇങ്ങനെ ചിന്തിക്കാം: C for children and cretinism, M for men and myxedema. Hormone helps to deposit calcium in bones. കാൽസിറ്റോണിൻ. ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് കാൽസിറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും കാൽസിറ്റോണിൻ അധികമുള്ള കാൽസ്യത്തെ ബോൺസിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ പാരാതൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാരാതോർമോൺ ബോൺസിൽ ഡിപ്പോസിറ്റ് ചെയ്തു വെച്ചിട്ടുള്ള കാൽസ്യത്തെ രക്തത്തിലേക്ക് തിരിച്ച് ആഗിരണം ചെയ്യുന്നു. ഇങ്ങനെയാണ് കാൽസ്യത്തിൻ്റെ അളവ് രക്തത്തിൽ ക്രമീകരിക്കപ്പെടുന്നത്. എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ ഈസ് റെഫേർഡ് ടു ആസ് ഹൈപ്പർതൈറോയിഡിസം. ഹൈ മെറ്റബോളിക് റേറ്റ്, റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ, എക്സസീവ് സ്വെറ്റിംഗ്, ഇൻക്രീസ്ഡ് ഹാർട്ട് ബീറ്റ് എക്സെട്ര ആർ സിംറ്റംസ് ഓഫ് ഹൈപ്പർതൈറോയിഡിസം. മെറ്റബോളിസം നിയന്ത്രിക്കലാണ് തൈറോക്സിൻ ഹോർമോണിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു. തൈറോക്സിൻ്റെ അളവ് കൂടുമ്പോൾ മെറ്റബോളിസം കൂടുന്നു. അതിൻ്റെ ഫലമായാണ് മെറ്റബോളിക് റേറ്റ് കൂടുന്നതും ബോഡി ടെമ്പറേച്ചർ കൂടുന്നതും സ്വെറ്റിംഗ് കൂടുന്നതുമെല്ലാം. വിച്ച് ഹോർമോൺ ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ആൾമോസ്റ്റ് ഓൾ കെമിക്കൽ റിയാക്ഷൻ ഇൻ ഓൾ സെൽസ് ഓഫ് ദ ബോഡി? തൈറോക്സിൻ. ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ parathyroid gland is parathormone. Function of parathormone is to raise the level of calcium in blood. Disease caused due to the deficiency of parathormone that decreases calcium level in blood. Tetany. Second largest gland in human body. Pancreas. The gland which is known as sweet bread. Pancreas. The gland which perform both exocrine and endocrine functions. Pancreas.
So pancreas is also known as heterocrine gland. സെക്രീഷൻസിന് കടന്നു പോകാൻ പ്രത്യേക തരം ഡക്റ്റുകളുള്ള ഗ്ലാൻഡുകളാണ് എക്സോക്രൈൻ ഗ്ലാൻഡ്സ്. സലൈവറി ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ് ഇവയെല്ലാം എക്സോക്രൈൻ ഗ്ലാൻഡുകൾക്ക് എക്സാമ്പിൾസ് ആണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഡൈജസ്റ്റീവ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൻക്രിയാസ് ഒരു എക്സോക്രൈൻ ഗ്ലാൻഡ് കൂടിയാണ്. സെക്രീഷൻസിന് കടന്നു പോകാൻ പ്രത്യേക തരം ഡക്റ്റുകളൊന്നുമില്ലാത്തതും സെക്രീഷൻസ് രക്തത്തിലേക്ക് റിലീസ് ചെയ്യുന്നതുമായ ഗ്ലാൻഡുകളാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകൾ രക്തത്തിലേക്കാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അതിനാലാണ് പാൻക്രിയാസിനെ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ എക്സോക്രൈൻ ഗ്ലാൻഡായും എൻഡോക്രൈൻ ഗ്ലാൻഡായും ആക്ട് ചെയ്യുന്ന പാൻക്രിയാസ് ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് എന്നും അറിയപ്പെടുന്നു. ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ പാൻക്രിയാസ് ആർ insulin and glucagon. The main function of insulin is to control the sugar level in the body. A chronic disease caused by inherited or acquired deficiency in production of insulin by the pancreas. Diabetes mellitus. പാരമ്പര്യ രോഗമായും ജീവിതശൈലി രോഗമായും കരുതപ്പെടാവുന്നതാണ് ഡയബറ്റിസ് മെലിറ്റസ്. പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ കുറയുമ്പോഴാണ് ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാകുന്നത്. വിച്ച് സെൽസ് പ്രൊഡ്യൂസ് ഇൻസുലിൻ ഇൻ ദ പാൻക്രിയാസ്? ബീറ്റ സെൽസ്. സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് സീൻ ഇൻ ദ വാൾ ഓഫ് ദ ഇൻറ്റസ്റ്റൈൻ. വില്ലൈ. What chemical is released by the pancreas gland during and just after a meal? Insulin. Normal level of glucose in blood 70 to 110 mg per 100 ml. The level of glucose in blood is maintained by the combined action of insulin and glucagon. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിലനിർത്തുന്നത് ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് 110 mg/100 ml കൂടുമ്പോൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും 70 mg/100 ml കുറയുമ്പോൾ ഗ്ലൂക്കഗോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. രക്തത്തിൽ കൂടുതലുള്ള ഗ്ലൂക്കോസിനെ ഇൻസുലിൻ ഗ്ലൈക്കോജനാക്കി മാറ്റുകയും ലിവറിൽ സ്റ്റോർ ചെയ്തു വയ്ക്കുകയും ചെയ്യുന്നു. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ പാൻക്രിയാസ് ഗ്ലൂക്കഗോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും ലിവറിൽ സ്റ്റോർ ചെയ്തു വെച്ചിട്ടുള്ള ഗ്ലൈക്കോജനെ വീണ്ടും ഗ്ലൂക്കോസാക്കി മാറ്റി രക്തത്തിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്നു. വേൾഡ് ഡയബറ്റിസ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ നവംബർ 14. നവംബർ 14ൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്കറിയാം, ശിശുദിനം. ശിശുദിനത്തിൽ കുട്ടികൾക്ക് മിഠായി വിതരണം നടത്താറുണ്ട്. ഡയബറ്റിസ് എന്നത് രക്തത്തിൽ ഷുഗർ കൂടുന്ന രോഗാവസ്ഥയാണല്ലോ. അതിനാൽ ഇങ്ങനെ ഓർത്തു വയ്ക്കാം, ശിശുദിനത്തിൽ മിഠായി തിന്ന് ഷുഗർ കൂടി. നവംബർ 14 ഡയബറ്റിസ് ഡേ. ദ ഔട്ടർ പാർട്ട് ഓഫ് ദ adrenal gland is known as cortex. The inner part of the adrenal gland is known as medulla. Which hormone is called emergency hormone? Adrenaline. Adrenaline is also known as epinephrine. The hormone secreted when a man gets feared is adrenaline. Which hormone helps to slow down the action of defense cells? Cortisol. Which hormone synthesizes of glucose from protein and fat? Cortisol. Which hormone controls inflammation and allergy? കോർട്ടിസോൾ. അഡ്രീനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോണുകളാണ് അഡ്രിനാലിനും കോർട്ടിസോളും. ഫിയർ, ആംഗ്രി, സ്ട്രെസ് തുടങ്ങിയ ഇമോഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. ഫാറ്റ്, പ്രോട്ടീൻ തുടങ്ങിയവയിൽ നിന്ന് ഗ്ലൂക്കോസിനെ നിർമ്മിക്കാൻ കഴിയുന്നതും ഇൻഫ്ലമേഷൻ, അലർജി തുടങ്ങിയ ഇമ്മ്യൂൺ പ്രോസസ്സുകളെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. Which gland is very active during infancy but constricts as we reach puberty? Thymus gland.
കുട്ടികളായിരിക്കുമ്പോൾ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുകയും പ്യൂബർട്ടി സ്റ്റേജ് കഴിഞ്ഞാൽ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്യുന്ന ഗ്ലാൻഡാണ് തൈമസ് ഗ്ലാൻഡ്. Which hormone control the activities and maturation of lymphocytes or WBC which help to impart immunity? തൈമോസിൻ. തൈമസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് തൈമോസിൻ. ലിംഫോസൈറ്റുകളുടെ മെച്ചുറേഷന് സഹായിക്കുന്നത് തൈമോസിനാണ്. വിച്ച് ഹോർമോൺ കോൾഡ് യൂത്ത് ഹോർമോൺ ഓർ ജുവിനൈൽ ഹോർമോൺ? തൈമോസിൻ. വിച്ച് ഗ്ലാൻഡ് is called master gland? Pituitary gland. The hormone released by anterior pituitary gland is growth hormone or somatotropin. Deficiency of growth hormones in childhood causes dwarfism. Overproduction of growth hormone causes gigantism. Which gland produces trophic hormones which regulate the functions of other glands? Pituitary gland. മറ്റു ഗ്ലാൻഡുകളെ നിയന്ത്രിക്കുന്ന ട്രോപ്പിക് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. അബ്നോർമൽ ഗ്രോത്ത് ഓഫ് ദ ഹാൻഡ്സ്, ഫീറ്റ് ആൻഡ് ഫേസ് caused by overproduction of growth hormone by the pituitary gland. Acromegaly. കുട്ടിയായിരിക്കുമ്പോൾ ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് കുറയുന്നത് മൂലം ഡോർഫിസവും കൂടുന്നത് മൂലം ജൈഗാൻറ്റിസവും ഉണ്ടാകുന്നു. എന്നാൽ അക്രോമെഗലി ഗ്രോത്ത് സ്റ്റേജിന് ശേഷം ഗ്രോത്ത് ഹോർമോണിൻ്റെ ഓവർ പ്രൊഡക്ഷൻ മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ്. ഇതിൻ്റെ ഫലമായി കൈകളിലെയും കാലുകളിലെയും മുഖത്തെയും എല്ലുകൾ വളർന്ന് വികൃതമായ രൂപാവസ്ഥയുണ്ടാകുന്നു. ഇതാണ് അക്രോമെഗലി എന്നറിയപ്പെടുന്നത്. Which hormones are produced in hypothalamus? Oxytocin and vasopressin. Which hormone is called antidiuretic hormone? Vasopressin or ADH, antidiuretic hormone. ശരീരത്തിൽ ജലാംശം കുറയാതെ നോക്കുന്നത് വാസോപ്രസിൻ എന്ന ഹോർമോണാണ്. ശരീരത്തിൽ ജലാംശം കുറയുമ്പോൾ യൂറിനേഷൻ കുറച്ച് ജലാംശത്തിൻ്റെ അളവ് നിലനിർത്തുന്നതുകൊണ്ടാണ് വാസോപ്രസിൻ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്. ഡെഫിഷ്യൻസി ഓഫ് ദ പിറ്റ്യൂട്ടറി ഹോർമോൺ വാസോപ്രസിൻ കോസസ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. വാസോപ്രസിൻ്റെ അളവ് കുറയുന്നതിൻ്റെ ഫലമായി യൂറിനേഷൻ കൂടുന്ന രോഗാവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഇൻസുലിൻ്റെ അളവ് കുറയുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഡയബറ്റിസ് മെലിറ്റസ്. Pineal gland produces the hormones melatonin and serotonin. What is commonly known as biological clock? Pineal gland. സ്ഥിരമായി ഒരേ സമയത്ത് ഉറങ്ങാനും ഉണരാനും വിശക്കാനും പെൺകുട്ടികളിൽ കൃത്യമായ ഇടവേളകളിൽ മെൻസസ് വരുന്നതിനും കാരണം പിനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണാണ്. ആയതിനാലാണ് പിനിയൽ ഗ്ലാൻഡ് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് അറിയപ്പെടുന്നത്. Which hormone is called hunger hormone? Ghrelin. Which hormone helps to stimulate the functions of pancreas? Secretin. The hormone secretin is produced in duodenum. Which hormone is produced in the intestine but act on the hypothalamus? Ghrelin. What is the gestation period of human beings? 270 to 280 days. Gestation period means pregnancy period. Name of the disorder that cause dislike to food. Anorexia. വിശപ്പില്ലായ്മയ്ക്ക് പറയുന്ന പേരാണ് അനോറെക്സിയ. Name the male sex hormone. Testosterone. Name the female sex hormone. Estrogen and progesterone. Which hormone helps in implantation of an embryo in the uterus? Progesterone. Which hormone help in childbirth? Oxytocin. Which hormone is called birth hormone? Oxytocin. Thank you.